നമ്മൾ ഈ നാറാണത്ത് ഭ്രാന്തന്റെ കഥകളൊക്കെ പറയുമല്ലോ. അതായത് ഈ താഴെ നിന്നും ഒരു ഭാരമേറിയ കല്ല് മുകളിലേക്ക് ഉരുട്ടിക്കയറ്റി അവിടെ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം അത് താഴേക്ക് ഇടുക. അപ്പോൾ ആ സമയത്ത് ഈ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, നമ്മളിങ്ങനെ ജീവിതത്തിൽ വലിയ 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 കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടമോ വിഷമോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ തളർന്നു പോയി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിനൊക്കെയുള്ള അങ്ങനെയൊന്നും അല്ല എന്നുള്ള തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത്. ഇപ്പോൾ ഈ നിശബ്ദ നിലവിളിയെ അതിനെ ഉളിമുനയുടെ ഒച്ചയാക്കി മാറ്റിയ ദശരഥ് മാഞ്ചിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭ്രാന്തന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഈ പരിഹസിച്ചവർ തന്നെ പിന്നീട് പർവ്വത മനുഷ്യൻ എന്ന് വിളിച്ച് ദശരഥ് മാഞ്ചിയെ ആണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ബീഹാറിലെ ഗയയ്ക്ക് സമീപം ഗഹലോർ എന്നൊരു ഗ്രാമമുണ്ട്. മലനിരകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിലെ ജനങ്ങളിൽ അവിടെ ഭൂരിഭാഗവും കൃഷിപ്പണിക്കാരാണ്. 1959 കാലഘട്ടമാണ്. അവിടെ ദശരഥ് മാഞ്ചി എന്ന സാധാരണക്കാരനും അയാളുടെ സ്നേഹനിധിയായ ഭാര്യ ഭഗുനി ദേവിയും. ദശരഥിന് ഉച്ചഭക്ഷണവുമായി വന്ന ഭഗുനി ദേവി ഒരു ദിവസം മലമുകളിൽ നിന്നും കാല് വഴുതി താഴേക്ക് വീണു. ഗുരുതരമായി പരിക്കേറ്റ ഭഗുനി ദേവിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ചെങ്കുത്തായ മല തടസ്സമായതോടെ ഗ്രാമത്തിലെ വൈദ്യൻ ചികിത്സിച്ചു. പരിക്കുകളിൽ നിന്നും മോചിതയാകാതെ 2 വർഷത്തിനു ശേഷം ഭഗുനി ദേവി മരിച്ചു. ഭാര്യയ്ക്ക് സംഭവിച്ച ദുരിതത്തിൽ മാനസികമായി തകർന്ന ദശരഥ് മാഞ്ചി 1960 ആ തീരുമാനമെടുത്തു. മലയിടിച്ച് ഒരു റോഡ് നിർമ്മിക്കണം, ഇനി ആർക്കും ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വരരുത് എന്ന്. ഒരു നിശ്ചയദാർഢ്യമായിരുന്നു അത്. വലിയ ചുറ്റികയും ഉളിയും കയറുമായിരുന്നു പണിയായുധങ്ങൾ. കൃഷിപ്പണിയിൽ ഇടവേളകളിലെല്ലാം ദശരഥ് പാറ പൊട്ടിച്ചു. വലിയ പാറ കഷ്ണങ്ങൾ കയറിൽ കെട്ടി താഴേക്കിറക്കി. രാത്രിയിലും ഈ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കിയപ്പോഴും അദ്ദേഹം കുലുങ്ങിയില്ല. 30 അടി ഉയരത്തിലും 25 അടി വീതിയിലും 60 അടി നീളത്തിലും പാറ പൊട്ടിച്ച് ദശരഥ് മലമുകളിൽ റോഡ് വെട്ടിക്കൊണ്ടേയിരുന്നു. മലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ റോഡിന്റെ നീളം ഏകദേശം 360 അടിയോളമാണ്. 1982 റോഡ് പൂർത്തിയായപ്പോൾ ഗ്രാമീണരുടെ പരിഹാസമൊക്കെ അതൊരു അത്ഭുതം ഒപ്പം തന്നെ ആദരവും ഒക്കെയായി മാറുന്നതാണ് കണ്ടത്. ദശരഥ് മാഞ്ചിയുടെ അത്ഭുത നേട്ടം ലോകം അറിയാൻ തുടങ്ങി. മലമുകളിലൂടെ റോഡ് യാഥാർത്ഥ്യമായതോടെ ഗഹലോറിൽ നിന്നും സമീപ ടൗണായ വാസിർഗഞ്ചിലേക്കുള്ള ദൂരം 25 കിലോമീറ്ററിൽ നിന്ന് 13 കിലോമീറ്ററായി കുറയുകയും ചെയ്തു. പിന്നീട് റോഡ് സർക്കാർ ഏറ്റെടുത്ത് അത് കോൺക്രീറ്റ് ചെയ്തു. സംരക്ഷണ ഭിത്തി കെട്ടി. റോഡ് തുടങ്ങുന്നിടത്ത് നിന്ന് ദശരഥ് മാഞ്ചിയുടെ പേരിൽ കമാനവും സ്മൃതിമണ്ഡപവും പ്രതിമയും ഒക്കെ സ്ഥാപിച്ചു. ഒന്ന് നോക്കുകയാണെങ്കിലേ ഈ പർവ്വത മുകളിലൂടെ ദശരഥ് മാഞ്ചി റോഡ് വെട്ടിയത് വെറുതെ പാറക്കൂട്ടങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് മാത്രമല്ല, അത് ക്ഷമയുടെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ ബലത്തിലാണ്. തന്നെ ജീവനായ പ്രിയതമയുടെ അകാല വിയോഗം മനസ്സു തളർത്തി തനിച്ചായി. എന്നാൽ അത് മറ്റൊരു നിയോഗത്തിന് നിമിത്തമാക്കിയ ദശരഥ് മാഞ്ചി സമാനതകളില്ലാത്ത പ്രതീക്ഷയുടെ പര്യായം കൂടിയാണ്. ജീവിച്ചിരുന്നപ്പോൾ ഭഗുനി ദേവിയോട് പറഞ്ഞത് വഴി വെട്ടിത്തെളിച്ചതിനു ശേഷം പാറക്കൂട്ടങ്ങളെ നോക്കി ദശരഥ് പറഞ്ഞു, ഒരു പർവ്വതത്തിനും തടയാൻ കഴിയാത്തത്രയും ആകാശത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അന്നും ഭഗുനി ദേവി അയാളോട് പറഞ്ഞു, എനിക്ക് ഇതൊക്കെ അറിയാമെന്ന്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നിരക്ഷരനായ ആ ദശരഥ് മാഞ്ചി എന്ന ഗ്രാമീണൻ്റെ ജീവിതം, അല്ലേ? അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ചെയ്യുന്ന സമയത്ത് നമ്മളെ പരിഹസിക്കാനും അതുപോലെ തന്നെ നമ്മളെ നോക്കി കളിയാക്കാനും ഒക്കെ ഒത്തിരി പേര് കാണും. പക്ഷേ ആ പരിഹാസങ്ങളെയും ആ കളിയാക്കലെയും ഒക്കെ അതിജീവിച്ച് നമ്മളൊരു വിജയത്തിലേക്ക് എത്തിയാൽ ഈ പരിഹസിച്ചവർ തന്നെ നമുക്കൊപ്പം നിന്ന് നമുക്ക് ചുറ്റും നിന്ന് കൈയടിക്കുന്നത് നമ്മൾക്ക് കാണാം. അതാണ് നമ്മുടെയൊക്കെ വിജയം, അതൊക്കെയാണ് നമ്മുടെ ജീവിത വിജയം, അതാണ് അവർക്കൊക്കെ നൽകാനുള്ള ഒരു മധുര പ്രതികാരവും.